കെ സുധാകരനെതിരെ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ നാടകം ആരംഭിച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ആരംഭിച്ചതാണ്. അതിൻ്റെ പര്യവസാനം കെ സുധാകരനെ ഡൽഹിയിലും കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം അദ്ദേഹത്തിനെ നാണം കെടുത്തി പ്രവർത്തകരുടെ മുന്നിൽ ഒരു സ്ഥാനമോഹിയാക്കി ചിത്രീകരിച്ചും കൊണ്ട് പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ മത്സരിക്കുന്ന ആളെ ആക്കി അദ്ദേഹത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചതിനെതിരെയാണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ണൂർ ജില്ലയിൽ കെ സുധാകരനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളയും ആയിരക്കണക്കിന് ഷോയിബുമാർ ഇനിയുണ്ട്. അവർക്കൊക്കെ സണ്ണി വക്കീൽ ചെയ്ത ചതി മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ മതേതര മുഖങ്ങളായ പ്രിയപ്പെട്ട റിജിൽ മാക്കുറ്റിയെ പോലെയുള്ള ആളുകൾക്കെതിരെയൊക്കെ അവർക്കൊക്കെ കിട്ടാൻ പോകുന്ന ഈ കണ്ണൂർ കിട്ടുന്ന സീറ്റിന് അദ്ദേഹത്തിനെതിരെയും ഇവർ ആരോപണങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. പശുവിനെ കൊന്ന ആളാണ്, അതുകൊണ്ട് റിജിൽ മാക്കുറ്റിക്ക് സീറ്റ് കൊടുത്താൽ കേരളത്തിൽ മറ്റുള്ള സീറ്റുകളിനെ ബാധിക്കും. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വളർന്നു വരുന്ന ഓരോ നേതാക്കൾ, ഇപ്പം വി പി റഷീദ് തളിപ്പറമ്പിൽ നിന്ന് ജയിക്കുമെന്ന് പൂർണ്ണ ബോധ്യം യുഡിഎഫിൻ്റെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അപ്പോൾ വി പി റഷീദിനെ ബോധപൂർവം അത് ഇവിടത്തേക്ക് തട്ടി ധർമ്മടത്തേക്ക് തട്ടി ചില ആളുകളുടെ ഫോക്കസാക്കി പാർട്ടിയെ മാറ്റിയത് കൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഒന്നെങ്കിൽ പാർട്ടിക്ക് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ കേസിൽ കൊടുക്കുക. ഇപ്പം 100 കണക്കിന് കേസുകളുണ്ട്. പക്ഷേ ഇവരെയൊന്നും ആരെയും പേരിൽ കേസില്ല. ഫൈൻ അടക്കുന്നത് ഇപ്പോൾ നമ്മളെല്ലാം പറഞ്ഞാൽ ഇരിക്കൂറിലൊക്കെ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ കെ സുധാകരൻ KPC പ്രസിഡൻ്റായി വന്നതിന് ശേഷം മാത്രം 3 പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട്. പരിസര പ്രദേശത്തൊക്കെ പാർട്ടി ഓഫീസുകളുണ്ട്. പക്ഷേ ഇതൊക്കെ അവസാനം ഒരു ഘട്ടം എത്തിയപ്പോൾ ആണ് ഈ സണ്ണി വക്കീലിനെ പോലുള്ള ആളുകൾ ഒറ്റ രാത്രി കൊണ്ടാണ് കയറി വരുന്നത്. എന്നെ ഇവർ പുറത്താക്കി എന്ന് പറയുന്നത് 6 മാസം മുന്നെയാണ്. അത് ഇരിക്കൂർ ബാങ്കിൽ UDFിൻ്റെ നേതൃത്വത്തിൽ നടന്ന വൻ അഴിമതി ഞാൻ പുറത്തു പറഞ്ഞതിൻ്റെ ഒറ്റ കാരണത്തിലാണ് UDF നേതൃത്വം ലീഗ് ഉൾപ്പെടെയാണ് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ അജണ്ട ഭാഗം എന്നെ പുറത്താക്കിയത്.